അല്ല, അങ്ങനെയൊന്നും ചോദിക്കണ്ട. കാരണം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ KSRTC ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സർക്കാരിൻ്റെ ഡിപ്പോയിലേക്ക് കിടക്കുകയുള്ളൂ. അതിന് എവിടെ കൊണ്ട് നോക്കിയിട്ടാലും കിടക്കും. ആ മുൻ മേയറുടെ സെപ്റ്റംബർ 7, 2024 FB പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ട്. അതിൽ പരാതി നമ്മൾ രാഷ്ട്രീയ അത് ഒരൊറ്റ നോക്കാം. അല്ല, ഇത് എന്താ ഇങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളതുണ്ടോ? അല്ല, കട്ടപ്പനയിലേക്ക് പോയിട്ടുണ്ട് എന്ന് KSRTCയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. വേണമെങ്കിൽ എന്നാണ് പോയത്, എവിടെയാണ് പോയത് എന്നൊക്കെ. അങ്ങനെ ആ കപ്പാസിറ്റി ഇല്ലാത്ത ബസ്സിനെ സിറ്റിക്കകത്ത് ഓടിച്ചാൽ പോലെ കപ്പാസിറ്റി പറഞ്ഞത് ആ സർക്കാരിന്റെ പൈസ. കോർപ്പറേഷൻ 435 കോടിയും സർക്കാരിന്റെ പൈസയാണ്. അപ്പൊ ഇതെല്ലാം കോർപ്പറേഷൻ അവകാശപ്പെടേണ്ടത് സർക്കാരിന്റെ പൈസയാണ് എന്നാണ് മന്ത്രി. ഞാൻ പറയുന്നത് മന്ത്രി കരാർ, ഇങ്ങനെ ഒരു കരാർ ഉണ്ടെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? സർക്കാർ പറയുന്ന മന്ത്രി പറഞ്ഞത് സ്മാർട്ട് സിറ്റി പദ്ധതി സർക്കാർ 500 കോടി, അത് സർക്കാരിന്റെ പൈസയാണ്. 500 കോടിയല്ല, പിന്നെ 500 കോടിയല്ല, അത് കേന്ദ്ര സർക്കാർ കൊടുത്തിട്ട് 650 കോടി. സർക്കാരിന്റെ പൈസയാണ്. ആ സർക്കാരിന്റെ പൈസ. കോർപ്പറേഷൻ 435 കോടിയും സർക്കാരിന്റെ പൈസയാണ്. അപ്പൊ ഇതെല്ലാം കോർപ്പറേഷൻ അവകാശപ്പെടേണ്ടത് സർക്കാരിന്റെ പൈസയാണ് എന്നാണ് മന്ത്രി. ഞാൻ പറയുന്നത് മന്ത്രി കരാർ, ഇങ്ങനെ ഒരു കരാർ ഉണ്ടെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? തർക്കത്തിന് വേണ്ടിയല്ല പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ നമുക്കും പറയില്ലേ ഞങ്ങൾ ആരുടെ പൈസയാണെന്നുള്ളത് ഞങ്ങൾക്ക് തർക്കമില്ല. എല്ലാം സർക്കാരിൻ്റെ പൈസയാണ്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് സർക്കാരിൻ്റെ പൈസയാണ്. ഈ AC പ്രവർത്തിക്കുന്നത് സർക്കാരിൻ്റെ പൈസയാണ് അല്ലേ? ഞാൻ ഓടുന്ന കാറും മേയർ ഉപയോഗിക്കുന്ന കാറും അതിൻ്റെ ഫ്യൂലും ഒക്കെ സർക്കാരിൻ്റെ പൈസയാണ്. അത് ഏത് സർക്കാരിൻ്റെ? ഇത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമുണ്ട്, കോർപ്പറേഷൻ്റെ വിഹിതമുണ്ട്, സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമുണ്ട്. എന്നിട്ടും പറയുന്നത് ഈ സർക്കാരിൻ്റെ പൈസ എന്ന് പറയുമ്പോഴും സർക്കാരിൻ്റെ പൈസ ഇടാൻ പറ്റില്ല. അല്ല, ഞാനതാണ് പറഞ്ഞല്ലേ. ഇനിയിപ്പോൾ അതിലോട്ടൊന്ന് ഞാൻ ആ ഡിപ്പോയിൽ തന്നെ എനിക്ക് എൻ്റെ പോയിന്റ് തിരിച്ചാണ്. KSRTC ഈ ഇലക്ട്രിക് ബസ്സുകൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സർക്കാരിൻ്റെ ഡിപ്പോയിലേക്ക് കിടക്കുകയുള്ളൂ. അതിന് എവിടെ കൊണ്ട് നോക്കിയിട്ടാലും കിടക്കും. അതിപ്പോൾ എന്തേ അല്ല, അങ്ങനെയൊന്നും ചോദിക്കണ്ട. കാരണം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇപ്പം ഞങ്ങൾക്ക് ബസ് തിരിച്ചെടുക്കാനോ ബസ് എടുക്കാൻ വേണ്ടി കത്ത് കൊടുക്കാനുള്ള ആവശ്യമില്ല. ഈ കരാർ നടപ്പിലാക്കണമെന്നുള്ള മാത്രമാണ് നമ്മുടെ ആവശ്യം. ഈ കരാർ എനിക്കത് ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒരു കരാർ മന്ത്രി സമ്മതിക്കും, ഇങ്ങനെ ഒരു കരാർ ഉണ്ട് എന്ന് ഇതിൻ്റെ ഒരു കോപ്പി KSRTC കാണുമല്ലോ, അവരുടെ MD ഒപ്പിട്ടല്ലേ. ഇങ്ങനെ ഒരു കരാർ ഉണ്ട് എന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? അല്ലേ? ആ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പാലിക്കുന്നുവെന്ന് മന്ത്രി സമ്മതിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കോർപ്പറേഷൻ്റെ ഷെയർ വന്നതിൻ്റെ അക്കൗണ്ട് നമുക്ക് പരിശോധിച്ച് നോക്കാം. മന്ത്രി പറഞ്ഞൊരു കാര്യം സംബന്ധിച്ച് മേയർ മന്ത്രിയായിട്ട് സംസാരിക്കുകയോ ഇല്ല, KSRTCക്ക് കത്ത് കൊടുക്കുകയോ ഒന്നും ചെയ്യാതെ നേരിട്ട് മീഡിയയെ അഡ്രസ് ചെയ്യാനുള്ള പരാതിയാണ്. അതിൽ പരാതി നമ്മൾ രാഷ്ട്രീയ ഈ കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയോ KSRTCക്ക് കത്ത് കൊടുക്കുകയോ ചെയ്തിരുന്നു. അത് ഒരൊറ്റ നോക്കാം. അല്ല, ഇത് എന്താ ഇങ്ങനെ പറഞ്ഞുകൂടാന്നുള്ളതുണ്ടോ? അല്ല, അതല്ല, അത് കൊടുക്കാം. ആദ്യം മന്ത്രിയെ സമീപിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ പ്രശ്നം അങ്ങനെ തീർക്കാൻ. ഞാൻ പറയുന്നത് ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോഴേക്ക് സ്വാഭാവികമായിട്ട് ചില സാഹചര്യങ്ങളിൽ അവരുടെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങൾ ജനശ്രദ്ധയിൽപ്പെടുത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ മാധ്യമപ്രവർത്തകർ ചോദിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ എന്തെങ്കിലും ഉണ്ടോ. അങ്ങനെ ചോദിക്കുമ്പോഴേക്ക് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് രേഖകൾ കാണിക്കേണ്ടി തെറ്റായ കാര്യമല്ലല്ലോ ചെയ്തത്. ഇനി സംസാരിക്കും ഞങ്ങൾ മന്ത്രിയോട് സംസാരിക്കും. ഞാൻ പറഞ്ഞല്ലോ, മന്ത്രിയോട് സംസാരിക്കും. ഞങ്ങൾ ആവശ്യമായ ഘട്ടത്തിൽ ഈ കരാർ പാലിക്കണം എന്ന് രേഖാമൂലം കത്ത് കൊടുക്കും. അതൊക്കെയല്ലേ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ തവണ മേയർ മാധ്യമങ്ങളെ കാണുന്ന സമയത്ത് പറഞ്ഞ കട്ടപ്പനയിലേക്ക് അടക്കം ഈ ഇലക്ട്രിക് ബസ് പോയിട്ടുള്ളതാണ്. ഇന്നിപ്പോ മന്ത്രി പറഞ്ഞത് അങ്ങനെ കട്ടപ്പനയിലേക്ക് പോകാനുള്ള ഒരു കപ്പാസിറ്റി ഈ ഇലക്ട്രിക് ബസ്സിന് ഇല്ല എന്നുള്ളതാണ്. അതിന്റെ ടയർ അടക്കം ബാറ്ററി അടക്കം പ്രശ്നമാണെന്നുള്ളതാണ്. അതിലെന്തെങ്കിലും അല്ല, കട്ടപ്പനയിലേക്ക് പോയിട്ടുണ്ട് എന്ന് KSRTCയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണ് പറയുന്നത്. വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. വേണമെങ്കിൽ എന്നാണ് പോയത്, എവിടെയാണ് പോയത് എന്നൊക്കെ. അങ്ങനെ ആ കപ്പാസിറ്റി ഇല്ലാത്ത ബസ്സിനെ സിറ്റിക്കകത്ത് ഓടിച്ചാൽ പോലെ കപ്പാസിറ്റി കുറഞ്ഞത്. അല്ല, എനിക്ക് ഞാൻ അതിൻ്റെ ആ കാര്യത്തിൽ ഞാൻ പരിശോധിച്ചിട്ടില്ല. ലഭിച്ച വിവരം പുറത്തു പോയി. എന്തായാലും സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ടെന്ന് മുൻ മേയർ പറഞ്ഞിട്ടുണ്ട്. സമീപ ജില്ല മിനിമം കൊല്ലത്ത് പോകണമല്ലോ. ആ മുൻ മേയറുടെ സെപ്റ്റംബർ 7, 2024 FB പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് സമീപ ജില്ലകളിലേക്ക് പോയിട്ടുണ്ട്. കൊല്ലത്ത് പോയിട്ടുണ്ടല്ലോ. സമീപ ജില്ല കൊല്ലം, പത്തനംതിട്ടയല്ലേ? പോരെ? കരാറിൻ്റെ കോപ്പി ആർക്ക് വേണമെങ്കിൽ എടുക്കാൻ തന്നില്ല. ഏത് പോകുമ്പോൾ